എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തായ്ലൻഡിൽ എൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ഇവിടെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് കോറൽ ഐലൻഡ്, രണ്ടാമത്തെ സ്ഥലം അൽക്കാസർ സോയാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഇവിടെ അടുത്ത് തന്നെ പട്ടായയിൽ തന്നെ സൺബീം എന്ന് പറയുന്ന ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ. അതിനുശേഷം 9 മണിക്ക് പിക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 9 മണിക്ക് അവിടെ വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, വാനില വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ നമ്മളെ ഈ പറയുന്ന കോറൽ ഐലൻഡിലേക്ക് കൊണ്ടുവന്നാക്കി തന്നു. കോറൽ ഐലൻഡിൽ അവിടെ ആളുണ്ടായിരുന്നു, ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കോറൽ ഐലൻഡും അവിടുത്തെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അതിനുശേഷം വൈകുന്നേരത്തേക്ക് അൽക്കാസർ ഷോയാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് തായ്ലൻഡ് സീരീസിലത്തെ രണ്ടാമത്തെ വീഡിയോ ആണ്, രണ്ടാമത്തെ ദിവസം. അപ്പോൾ നമുക്ക് ഇന്ന് കോറൽ ഐലൻഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഈ കോറൽ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലം പട്ടായ സിറ്റിയുടെ സെൻട്രൽ തന്നെ വരുന്നതാണ്, ഹൃദയഭാഗത്ത് നിന്ന് പറയാം. അവിടെ തന്നെ വരുന്ന സ്ഥലമാണ് ഈ പറയുന്ന കോറൽ ഐലൻഡ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു പാലം വഴി ബോട്ട് മറ്റേ സ്പീഡ് ബോട്ട് വരുന്ന സ്ഥലത്തേക്ക് നടക്കുക വേണ്ടു. അവിടെ നിന്ന് സ്പീഡ് ബോട്ടിലാണ് മറ്റു വാട്ടർ ആക്ടിവിറ്റീസ് കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ നമ്മുടെ ഏജൻസി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് വാട്ടർ ആക്ടിവിറ്റീസ് ഉള്ള കാരണം നമ്മളടുത്ത് അതിനനുസരിച്ച് ഡ്രസ്സ് ഇടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം നനയാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ടിൽ ഉള്ളിലേക്ക് പോവുക ചെയ്തത്. അവിടെ പോയിട്ട് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് പാക്കേജിൽ പറഞ്ഞല്ല, വാട്ടർ ആക്ടിവിറ്റീസും പാക്കേജിൽ പറഞ്ഞല്ല, ഈ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ പാക്കേജിലുള്ളതാണ്. കാരണം വാട്ടർ ആക്ടിവിറ്റീസ് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, ചില ആൾക്കാർ ചെയ്യില്ല. അപ്പോൾ അവർക്ക് അതിന് മുൻകൂട്ടി ഒരുപാട് പൈസ മേടിച്ചേക്കണതുകൊണ്ട് അവർ വാട്ടർ ആക്ടിവിറ്റീസ് സ്വന്തം ഇഷ്ടത്തിന് വിട്ടുതരികയാണ് ചെയ്തത്. നമ്മൾ ആദ്യം ചെയ്തത് അണ്ടർഗ്രൗണ്ട് വാട്ടർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊരു നൈസ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ചെല്ലുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം തന്നെ നല്ല ചെവിക്ക് നല്ലൊരു വേദന എടുക്കുകയാണ് ചെയ്തത്. കാരണം പ്രഷറിൻ്റെ ഒരു വ്യത്യാസം പെട്ടെന്ന് വന്നപ്പോൾ വെള്ളത്തിൻ്റെ അടിക്ക് പോകുമ്പോൾ. എന്നാൽ അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ അത് ശരിയാവും ചെയ്തു. വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് ആ മണലിൻ്റെ അടിത്തട്ട് വരെ പോകാനായിട്ട് പറ്റും. ഒപ്പം തന്നെ നമുക്ക് അവിടെ മീനുകൾക്ക് തീറ്റ കൊടുക്കാനും അതേപോലെ തന്നെ പവിഴപ്പുറ്റുകൾ കാണാനും, പിന്നെ അവർ കുറച്ചിങ്ങനെ ഓക്സിജൻ്റെ ഇത് കുമ്പളകളൊക്കെ വെച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, അതും കാണിച്ചിരുന്നു. അവർ നല്ല ട്രെയിൻ ആയിട്ടുള്ള ആളുകളാണ്. അവർ ഒരു 4-5 പേര് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, വെള്ളത്തിൻ്റെ അടിയിലാണെങ്കിലും. പവിഴപ്പുറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസ് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ ചെയ്തത് പാരാസൈലിംഗ് ആയിരുന്നു. അതും കടലിൻ്റെ നടുക്ക് തന്നെയാണ്. ഇവിടെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത കമ്പനി നമ്മൾ കൊണ്ടുവന്നത് ഈ ഒരു ഏരിയയ്ക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ പാരാസൈലിംഗ് കാര്യങ്ങളൊക്കെ പോയത്. ഇവിടെ ഒരുപാട് ആളുകൾ പെട്ടെന്ന് ചെയ്യാൻ ഈ സമയം എടുക്കുക അങ്ങനെയൊന്നുമില്ല. കാരണം ഒരാൾ വന്നിറങ്ങുമ്പോഴേക്കും അടുത്ത ഒരാൾ പോകും, അതിന് പിന്നാലെ തന്നെ അടുത്ത ആൾ പോകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതോട് ക്യൂവും കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നേരത്തെ കണ്ട നമ്മൾ അണ്ടർഗ്രൗണ്ട് വാട്ടർ എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഈ പാരാസൈലിങ്ങും ചെയ്യാനായിട്ട് ഒരാൾക്ക് വരുന്നത് 2000 ബാത്താണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2.4 ഒരു ബാത്തിൻ്റെ വില എന്നുള്ളത്. കാരണം നമുക്ക് ഒരു ബാത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഇന്ത്യൻ റുപ്പി 2.4 കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്യണമെങ്കിൽ, ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ 2000 ബാത്താണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വെള്ളത്തിൽ മുക്കണോ വേണ്ട എന്നുള്ളത്. ഈ ഒരു പാരാസൈലിംഗ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഞാൻ മുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ എന്നെ വെള്ളത്തിൽ മുക്കിയത്. നമുക്ക് ആവശ്യമില്ലാത്തവർക്ക് അത് ആവശ്യമില്ല, വേണ്ടെന്ന് പറയാം, അല്ലാത്തവർക്ക് വേണമെന്ന് പറയാം. അപ്പോൾ ഈ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ എക്സ്പീരിയൻസിൻ്റെയും ഈ പാരാസൈലിങ്ങിനും കൂടി 2000 ബാത്താണ് ഇതിൻ്റെ വില വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ വേറെ 2 വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്ന് സ്പീഡ് ബോട്ടും അതേപോലെ തന്നെ ഒരു ബനാന ബോട്ടാണ്. ഇത് രണ്ടും നല്ല സ്പീഡിൽ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമ്മളത് ചെയ്തില്ല. ഈ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ എക്സ്പീരിയൻസും ഈ പാരാസൈലിംഗാണ് ചെയ്തത്. ഞങ്ങൾ 4 പേര് ചെയ്തുള്ളൂ. കാരണം അമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് അമ്മ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ബാക്കി 4 പേരാണ് ചെയ്തത്. ഞങ്ങൾ പോയ ഫാമിലിയിൽ ബാക്കി 4 പേര് ചെയ്തു. എന്നുവെച്ചാൽ ഞാനും ഭാര്യയും പിന്നെ അതുപോലെ തന്നെ എൻ്റെ അപ്പനും അനിയത്തിയും, ഞങ്ങൾ 4 പേര് ചെയ്തു. അമ്മ ചെയ്തില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യണില്ലെങ്കിൽ നമുക്കൊരു ചെറിയ ബോറടി ആയിരിക്കും. കാരണം ഇതൊക്കെ ചെയ്തു വരുന്നവരെ നമ്മളിങ്ങനെ കാത്തിരിക്കേണ്ടി വരും. അല്ലാത്തവർക്കൊന്നും ഇത് കുഴപ്പമില്ല. കാരണം അങ്ങനെ നമുക്ക് അതിനായിട്ട് സമയം പോകണമല്ലോ, വലിയ കുഴപ്പമില്ല. കാരണം ഉച്ചയ്ക്ക് ഒരു 2 മണി 3 മണിയോടുകൂടിയാണ് ഈ ഒരു കോറൽ ഐലൻഡ് ട്രിപ്പ് തീരുക. നമ്മൾ 2 ആക്ടിവിറ്റീസാണ് ചെയ്തത്. പിന്നെ കുറച്ച് സമയം അവർ കടലിൽ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ബോട്ടിൽ കൊണ്ടുപോയി. ഈ ഒരു സ്പീഡിലാണ് നമ്മുടെ സ്പീഡ് ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബോട്ടിൽ ഈ പറയുന്ന കരയിൽ പോയിട്ട് കുളിക്കേണ്ടവർക്ക് കുളിക്കാം, അല്ലാത്തവർക്ക് അവിടെ സൈഡിൽ കസേരകളും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്, അവിടെ നമുക്ക് ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കോറൽ ഐലൻഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.